viewers, welcome back to my YouTube channel. ഇനി ഒരിക്കലും ഒരു ഋതു പിറക്കില്ല ഇതുപോലെ നാം പരസ്പരം തൊട്ട മാത്രയിൽ പൂത്തുലഞ്ഞ പ്രപഞ്ചം എന്ന പോലെ. അപ്പോൾ ഈ വരികൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഏത് പുസ്തകത്തിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നതെന്ന്. അതെ, ബിനീഷ് പുതുപ്പണത്തിൻ്റെ പ്രേമനഗരം എന്ന് പറഞ്ഞ ഈ ഒരു പുസ്തകമാണ് കേട്ടോ. ഈ ഒരു പുസ്തകത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുക്ക് എനിക്ക് കിട്ടിയത് ഞാൻ മേടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് വൈമോളിൽ DC ബുക്സിൻ്റെ ഒരു ബുക്ക് ഫെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബുക്ക് ഫെസ്റ്റിന് പോയ സമയത്ത് ഇങ്ങനെ എന്താ പറയുക, ഒരുപാട് പുസ്തകങ്ങളൊക്കെ മേടിക്കാം എന്നുള്ളൊരു മൈൻഡിൽ പോയതാണ്. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ അവിടെ നമ്മളുടെ ഈ പ്രേമനഗരത്തിൻ്റെ റൈറ്ററായ ബിനീഷ് പുതുപ്പണത്തിൻ്റെ ഒരു ബുക്ക് ലോഞ്ച് പരിപാടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു മധുരവേട്ട എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൻ്റെ ബുക്ക് ലോഞ്ച് ഞങ്ങൾക്ക് കാണാനിടയായി. അപ്പോൾ ഞാൻ കുറച്ചു നേരം ആളുടെ പ്രസംഗമൊക്കെ കേട്ടിരുന്നു. അങ്ങനെയാണ് ഈ പ്രേമനഗരം എന്നുള്ളൊരു ബുക്ക്, ആളുടെ ഒരു ഫസ്റ്റ് ബുക്കാണല്ലോ, നല്ല അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ളൊരു പുസ്തകമാണ് എന്ന് കണ്ടപ്പോൾ ഞാൻ മേടിക്കാൻ വേണ്ടി പോയ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ തന്നെ മധുരവേട്ടയും ഈ ഒരു പ്രേമനഗരവും എന്ന് പറഞ്ഞ ഈ 2 പുസ്തകങ്ങളും കൂടി മേടിച്ചു പോകുന്നു. അതാണ് ഈ ബുക്കിൻ്റെ പിന്നിലുള്ളൊരു കഥ. പിന്നെ ഈ ഒരു പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ബുക്കാണ്. ഞാൻ സ്പെഷ്യലായിട്ടെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ബുക്സ് പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് ബുക്ക് ഷോപ്പ് കണ്ടു കഴിഞ്ഞ് ഓടിക്കയറിയാൽ എന്തായാലും 2 ബുക്കെങ്കിലും മേടിക്കാണ്ട് ഞാൻ പുറത്തിറങ്ങാറില്ല. അപ്പോൾ ഇത്രയും നാളും ഞാൻ ഒരുപാട് പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ച് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ബുക്ക് സ്പെഷ്യലാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഒരു ഓതർ സൈൻഡ് കോപ്പി എനിക്ക് കിട്ടുന്നത് കേട്ടോ. ആസ് യു ക്യാൻ സീ ഹിയർ, കണ്ടോ, ഈ ഒരു പുസ്തകത്തിൽ ആളുടെ ഓട്ടോഗ്രാഫോട് കൂടി ഒരു ഓതർ സൈൻഡ് ആയിട്ടുള്ളൊരു ഫസ്റ്റ് കോപ്പി ഞാൻ വാങ്ങിയ ബുക്സിൽ വെച്ചിട്ട് ആദ്യമായിട്ടൊരു ഓതർ സൈൻഡ് കോപ്പി എനിക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ബുക്കിൻ്റെ പിന്നിൽ. പിന്നെ ഉണ്ണി ഉള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വായിച്ചു തീർക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു കുറച്ച് നാളായിട്ട്. അപ്പം ഞാൻ സമയം കിട്ടുമ്പോൾ ഒക്കെ പരമാവധി ബുക്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനാണ് നോക്കാറ്. ഇപ്പോൾ പെട്ടെന്ന് ഞാൻ സമയം കിട്ടുമ്പോൾ ഒക്കെ വായിച്ച് തീർക്കും. അതുകൊണ്ട് ഈ ബുക്ക് ഒത്തിരി ടൈം എടുത്ത് വായിച്ച് തീർക്കാൻ. അതാണ് ഇത്ര ലേറ്റ് ആയത് റിവ്യൂ ഇടാൻ ഇതിനെക്കുറിച്ചിട്ട്. ഈ ഒരു പുസ്തകത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിരുപാധികമായി സ്നേഹിക്കുക അല്ലെങ്കിൽ ഉപാധികളില്ലാത്ത സ്നേഹത്തിനെ കുറിച്ച് പറഞ്ഞു തരുന്ന ഒരു പുസ്തകമാണ് കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് ഉപാധികളൊന്നുമില്ലാതെ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഉപാധികളില്ലാതെ എങ്ങനെ സ്നേഹിക്കാം എന്ന് പഠിപ്പിച്ച് തരുന്ന ഒരു പുസ്തകം തന്നെയാണ് കേട്ടോ. വളരെ മനോഹരമായിട്ട് നീലുവിൻ്റെയും മാധവിൻ്റെയും കഥ പറഞ്ഞു പോകുന്ന ഒരു പുസ്തകം ആണ് ഈ പ്രേമനഗരം എന്ന് പറഞ്ഞ ബിനീഷ് പുതുപ്പണത്തിൻ്റെ ഈ ഒരു പുസ്തകം. നല്ലൊരു ബുക്കാണ് കേട്ടോ. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ പറയുന്നത് പോലെ തന്നെ നമ്മളുടെ ഈ പാരമ്പര്യവാദികൾ സദാചാരബോധമുള്ളവർക്കൊക്കെ ഈ ഒരു പുസ്തകം ചിലപ്പോൾ ദഹിച്ചു എന്ന് വരില്ല. അങ്ങനെയൊന്നും അല്ലാത്ത ആൾക്കാർ, അങ്ങനത്തെ ഒരു ലെവലിലുള്ള ടീമുകളല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബുക്ക് നല്ല സിമ്പിളായിട്ട് വായിച്ചു പോകാൻ പറ്റും. അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പുസ്തകമല്ല എന്നേ ഞാൻ പറയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ എല്ലാവർക്കും നല്ല രീതിയിൽ വായിച്ച് അവസാനിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു പുസ്തകമാണ്. ഔട്ട് ഓഫ് 10 ഞാനിതൊരു 9 on 10 റേറ്റ് ചെയ്യും കേട്ടോ ഈ ഒരു പുസ്തകം. ഇതിൻ്റെ അകത്ത് പറയുന്ന ചെറിയൊരു കവിത വരുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ പറഞ്ഞു പോകുന്ന ഒരു പുസ്തകം, നല്ല കഥകൾ, നല്ലൊരു കഥ പറഞ്ഞു പോകുന്ന ഒരു പുസ്തകമാണ് കേട്ടോ. അവസാനമാകുമ്പോൾ നമുക്ക് ഇത്തിരി വിഷമമൊക്കെ ആവും. അങ്ങനെ നല്ലൊരു പുസ്തകമാണ്. അപ്പോൾ ഈ ഒരു പുസ്തകം ഇഷ്ടപ്പെട്ടൊരു മേടിച്ച് വായിച്ച് നോക്കാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 199 ആണ്. ഈ ബുക്ക് അവൈലബിൾ ആണ്. DC ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ മൊത്തം 152 ആണ് പേജസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ മേടിച്ച് വായിച്ച് നോക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.